മണിപ്പൂരിൽ സംഘർഷത്തിന് ശമനമില്ല. ഇംഫാലിൽ മെയ്തൈ വിഭാഗത്തിന്റെ പ്രതിഷേധം ഇന്നുമുണ്ടായിരുന്നു. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ മുന്നോട്ടു പോകുമെന്നാണ് പ്രതിഷേധക്കാർ ഇന്ന് വ്യക്തമാക്കിയത്. മണിപ്പൂർ സംഘർഷത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഇടപെടൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ മണിപ്പൂർ അസം അതിർത്തി അടച്ചു. ഇംഫാലിൽ നിന്ന് വിനീത വിജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മണിപ്പൂരിൽ വിവിധ ഇടങ്ങളിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഇംഫാലിലുള്ള ഒരു സമരപ്പെന്തലിലാണ്. 4 ദിവസം പിന്നിട്ടു ഇവിടുത്തെ സമരം. രാത്രിയുമൊക്കെ ഇവിടെ തന്നെയാണ് ഈ ആളുകളൊക്കെ കഴിയുന്നത്. 4 ദിവസമായി ഈ സമരം ഇങ്ങനെ തുടരുകയാണ്. ഇനിയും സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. പ്രധാനമായും അവരുടെ ആവശ്യം ഇപ്പോൾ നടക്കുന്ന ഈ ആക്രമണങ്ങൾ തടയുക, ഒപ്പം തന്നെ സമാധാനം പുനഃസ്ഥാപിക്കുക എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ്. ഇത് മെയ്തൈ അനുകൂല സംഘടനകളുടെ പ്രതിഷേധമാണ് ഇപ്പോൾ ഇംഫാലിൽ പുരോഗമിക്കുന്നത്. हम लोग मैतेई लोग मणिपुर के पीपल लोग यहाँ पे बैठ के डिमांड किया है। क्या डिमांड किया है? सेपरेट एडमिनिस्ट्रेशन डिमांड किया है। वो लोग कुकी लैंड डिमांड किया है, वो मना करता है। हम लोग वो लोग को, क्योंकि मणिपुर से एक ही मणिपुर चाहिए। एक ही मणिपुर के लिए हम लोग सब कम्युनिटी लोग एक साथ रहता है। What's your demand? मणिपुर गवर्नमेंट की पॉलिसी और इंडिया गवर्नमेंट की पॉलिसी तो हमने नहीं चाहिए, इसलिए हम डे एंड नाइट बैठा हुआ है इधर में. There are focusing children and women facing the lot of issues. वो तो अभी जिरी में इनोसेंट पीपल, चाइल्ड माइनर, वो सब लोग कुकी लोग ने नार्को टेररिस्ट इसने वो मारा हुआ है. രാത്രിയും ഇവിടെ സമാന രീതിയിൽ പ്രതിഷേധം തുടരുമെന്നാണ് അവർ പറയുന്നത്. ഇത് മെയ്തൈ അനുകൂല സംഘടനയാണ്. അതുകൊണ്ട് തന്നെ കുക്കി വിഭാഗങ്ങൾ ഞങ്ങൾക്കെതിരെ വലിയ രീതിയിലേക്കുള്ള ആക്രമണങ്ങൾ നടത്തുന്നു, അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ സർക്കാർ തലത്തിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുണ്ട്. സിറ്റുവേഷൻ അഖോയ് ഹുജികി സിറ്റുവേഷൻസെ മണിപ്പൂർഗി സിറ്റുവേഷൻസെ അച്ചോക്കെ മതിക് നിംബ കായറബ അവാബന തല്ലബ പൃഥിവിഗി മഫം ഖുദിമക്ത ലാൻഡ ഫാവദ നുപീദ അങ്ങാങ്ദ ഭൈര കനോ ഹറാസ്മെന്റ് പീവൈസെ ചനദേ. സ്ത്രീകൾക്ക് മർദ്ദനമേൽക്കുന്നുണ്ട്. അവരുടെ മുഖത്തും ശരീരത്തിലുമൊക്കെ ഈ അക്രമകാരികൾ എത്തുകയും അവരെ ക്രൂരമായി മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്നുവെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിലേക്കടക്കം അത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതുമാണ്. എന്താണെങ്കിലും അത്തരം സംഭവങ്ങൾക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇംഫാലിൽ നിന്ന് ക്യാമറാമാൻ ജിതേന്ദ്രനൊപ്പം വിനീത വിജി, 24.